സിയ കന്യാസ്ത്രീ ആകേണ്ടതായിരുന്നു എന്ന് പാള വെച്ച് വീശി തന്നാണ് അപ്പൻ ഞങ്ങൾ ഉറക്കിയത്. മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗസ് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഈ ഒരു ഗ്യാപ്പാണ് നമ്മുടെ രണ്ട് വീട് തമ്മിൽ. ഇന്ന് അനുഭവിക്കുന്ന പല സുഖ സൗകര്യങ്ങളുടെയും പുറകിൽ നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു കഷ്ടപ്പെട്ട ഒരു ലൈഫ്. ഇതെൻ്റെ പൂച്ചയുടെ ഡെലിവറി റൂമാണ്. പുതിയൊരു വീട് വെക്കണമെന്ന് നമ്മളൊരു ഡ്രീം ഉണ്ട്. ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. പിന്നെ അത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യണത് അമ്മച്ചിനെയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഹോം ടൂറാണ്. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ വീട് പൊളിക്കുന്നതിന് മുൻപുള്ള ഒരു ഹോം ടൂറാണ്. ദാറ്റ് മീൻസ് നമ്മൾ നാളെ തന്നെ വീട് പൊളിക്കാൻ പോകണം എന്നല്ല അർത്ഥം. ഇൻ ബിറ്റ്വീൻ ഒരു 3 to 4 years നമുക്കൊരു ഇൻറ്റീരിയറൊക്കെ ആയിട്ട് നല്ലൊരു വീട് വെക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ഡ്രീമാണ്. അന്ന് നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലോ, അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ നമുക്കും ഭാവിയിൽ കാണാമല്ലോ നമ്മുടെ വീട് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ്, അപ്പോൾ എപ്പോഴും വണ്ടി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പോസ് ചെയ്ത് പ്ലേ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് മുമ്പായിട്ട് ഇത് ഞാനിപ്പോൾ താമസിക്കുന്നത് നമ്മുടെ സ്വന്തം സ്ഥലത്താണ്. നമ്മുടെ സ്വന്തം വീടാണ്. ഒരു 23 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡ്രോബാക്സും ഈ വീടിനുണ്ട്. ഒരു എന്താ പറയുക, നമ്മൾ ഈ വീട് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞങ്ങളൊരു +1 +2 പഠിക്കുന്ന സമയത്താണ് വീട് ഫുൾ കംപ്ലീറ്റ് ആക്കുന്നത്. അതിന് മുൻപ് ഒരു 10-12 വർഷത്തോളം നമ്മൾ ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ഔട്ട്സൈഡ് ഒരു ബാത്റൂം, അങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്. കുറേ വർഷത്തോളം 8-9 വർഷത്തോളം നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. നമ്മൾ വിളക്കും മെഴുകുതിരി മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ ഇലക്ട്രിസിറ്റി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു പോസ്റ്റ് ഇടണമായിരുന്നു ഇവിടെ ഇലക്ട്രിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് 10,000 രൂപ മതി ആ ഒരു പോസ്റ്റ് ഇടാനായിട്ട്. പക്ഷെ അന്നത്തെ സമയത്ത് നമ്മളെ സംബന്ധിച്ച് 10,000 രൂപ എന്ന് പറയുന്നത് ഭയങ്കര വലിയ എമൗണ്ട് തന്നെയായിരുന്നു. അപ്പന് കൂലിപ്പണിയാണ്, അമ്മച്ചിക്ക് തയ്യലാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് 10,000 രൂപ എന്നുള്ളത് ഭയങ്കര വലിയ എമൗണ്ട് ആയത് കാരണം കുറേ വർഷത്തോളം നമ്മൾ ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് തന്നെയാണ് ജീവിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ മെഴുകുതിരി കത്തിച്ച് വെച്ച് ബുക്ക് കളർ ചെയ്തതൊക്കെ നല്ലോണം ഓർമ്മയുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ തറയൊക്കെ പരുക്കനായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് റെഡ് ഓക്സൈഡൊക്കെ ഇടുന്നത്. സോ നമ്മുടെ വീട് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് 10 വർഷത്തോളടുത്ത് ആകുന്നുള്ളൂ. അന്ന് നമ്മൾ അനുഭവിച്ച ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. ഇന്ന് അനുഭവിക്കുന്ന പല സുഖ സൗകര്യങ്ങളുടെയും പുറകിൽ നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു കഷ്ടപ്പെട്ട ഒരു ലൈഫ് തന്നെ ഉണ്ട്. 23 വർഷം പഴക്കമുള്ള വീടായത് കാരണം അതിൻ്റെ കുറേ ഡ്രോബാക്സ് ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ വർഷം ഒരു റൂം, ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ബാത്റൂം, അങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്. ആ ഒരു ബെഡ്റൂമിലായിരുന്നു എല്ലാം. ചെറിയ ബെഡ്റൂമിൽ അലമാര, കട്ടിൽ, അമ്മച്ചിയുടെ തയ്യൽ മെഷീൻ, തയ്ക്കുന്ന തുണികൾ, നമ്മുടെ തുണികൾ എല്ലാം ആ ഒരു കുഞ്ഞു ബെഡ്റൂമിലാണ് നമ്മളെല്ലാം വെച്ചിരുന്നത്. സോ നമുക്കിനി വീട് കാണാം. ഇതാണ് ഗൈസ്, ഇതാണ് എൻ്റെ വീട്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ്. 2.5 സെൻറ്റാണ് നമ്മുടെ സ്ഥലമുള്ളത്. ഇത് അപ്പൻ്റെ അനിയൻ്റെ വീട്. ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. ദർ ഇസ് നോ അതിർത്തിയൊന്നുമില്ല. ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മുടെ വീടുള്ളത്. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് ആരാ? സെസി എപ്പോഴും വീടിൻ്റെ ഫ്രണ്ടിലുണ്ടാകും. നമ്മുടെ ഈ റൂമിൻ്റെ ഭിത്തിയും നമ്മുടെ ഈ മതിലും ഒന്നാണ് ഗൈസ്. നമുക്ക് സ്ഥലമില്ല സെപ്പറേറ്റ് മതിൽ പണിയാൻ, രണ്ടും ഒന്നാണ്. നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ ഒരു റൂമുണ്ട് ഇവിടെ. ആക്ച്വലി നമ്മൾ ഈ റൂം വെച്ചത് അമ്മച്ചിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മച്ചിയുടെ ഒരു തയ്യൽ മുറിയായിട്ടാണ് നമ്മൾ ഈ റൂം എടുത്തത്. ഈ റൂം എടുത്തിട്ട് ഒരു 4 വർഷം ആകുന്നുള്ളൂ. ഈ റൂമും വർക്ക് ഏരിയയും കൂടി നമ്മൾ ഒരുമിച്ചെടുത്തതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഈ റൂം കാണിക്കാൻ താല്പര്യമില്ല. കാരണം ഇതിപ്പോൾ നമ്മുടെ സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമിനേക്കാൾ ഉപരി ഇതെൻ്റെ പൂച്ചയുടെ ഡെലിവറി റൂമാണ്. റൂം പണിത് അന്ന് തൊട്ട് എൻ്റെ എല്ലാ പൂച്ചകളും പ്രസവിക്കുന്നത് ഈ മുറിയിലാണ്. സ്റ്റിൽ ഇപ്പോഴും എൻ്റെ പൂച്ച ഇതിനകത്ത് പ്രസവിച്ച് കിടപ്പുണ്ട്. ഐ വിൽ ഷോ യു. എല്ലാ വേസ്റ്റും ഇതിനകത്തുണ്ട് ഗൈസ്. എൻ്റെ പൂച്ചക്കുഞ്ഞിനെ കാണിച്ചു തരാം. സി, ഇവിടെ 2 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്. നമ്മളിവിടെ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഇപ്പോൾ അമ്മച്ചി എന്തായാലും തയ്ക്കുന്നില്ല. ഇപ്പം അമ്മച്ചി അപ്പൻ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനൊക്കെ ഈ റൂമാണ് യൂസ് ചെയ്യണത്. ഇവിടെ എൻ്റെ പൂച്ചയുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് മൈ ബേബി.
ഇവർക്ക് ഇപ്പോൾ 9 വയസ്സുണ്ട്. വേറെ ഒരു പൂച്ച അവിടെയുണ്ട്. ഇവളാണ് ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്നത്. ഇത് നമ്മുടെ ആൺപൂച്ച. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് കയറുമ്പോൾ ഇതാണ് നമ്മുടെ ഹോള്. ഇത് നമ്മുടെ യൂണിറ്റിൻ്റെ മാതാവാണ്. ഈ മാസം മാതാവ് നമ്മുടെ വീട്ടിലാണ്. അടുത്ത മാസം കുടുംബ യൂണിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇവിടെയാണ് നമ്മുടെ സോഫ വരുന്നത്. ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞു, വിഷു എത്തി. എന്നിട്ട് ഇപ്പോഴും എനിക്കിതുവരെ ക്രിസ്മസ് കഴിഞ്ഞിട്ടില്ല. ക്രിസ്മസിന് നമ്മളിട്ട കുഷ്യൻസും കർട്ടൻസും ആണ് ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ സോഫ. ഈ സോഫ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇവിടെയാണ് നമ്മുടെ TV വരുന്നത്. ഇത് പഴയ LCD ആണ്. ഓൾമോസ്റ്റ് ഈ TVയുടെ ഡിസ്പ്ലേ ഒക്കെ പോയിരിക്കുകയാണ്. നമ്മൾ ഓൺ ചെയ്യാൻ നേരത്ത് കുറേ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ട് നിറച്ച്. ഇവിടെയാണ് നമ്മുടെ രൂപക്കൂട് വരുന്നത്. ഈ കബോർഡ് വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ട് ഒരു 5 വർഷം ആകുന്നില്ല എന്ന് തോന്നണം. ഈ കബോർഡ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊരു നടയുണ്ടായിരുന്നു, രൂപക്കൂട് ഉണ്ടായിരുന്നു. അത് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇവിടെ ചെയ്യാമെന്ന് ചേട്ടനെ കാണിച്ചപ്പോൾ ഏതാണ്ട് ആ രീതിയിൽ ചെയ്തതാണിത്. ഇവിടെ നമ്മുടെ ഷോക്കേസ് ഉണ്ട്, കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് ആദ്യം ഒരു ബെഡ്റൂമും ഒരു കിച്ചണും ഒരു ബാത്റൂം, അതായിരുന്നു ഈ ബെഡ്റൂം ഇത് അടുക്കള. അതിൻ്റെ ബാക്കിൽ അവിടെ ആയിരുന്നു നമുക്ക് ബാത്റൂം വരുന്നത്. ഇതൊക്കെ ആ സമയത്ത് തറ കെട്ടി മാത്രം ഇട്ടിട്ടുള്ളൂ. ഈ ഭിത്തി പണിതിട്ടുണ്ടായിരുന്നു. ഈ ഡോറില്ല, ഈ ജനലില്ല, മുകളിൽ വാർത്തിട്ടില്ല. ജസ്റ്റ് കുറച്ച് ഭിത്തിയും തറയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ രാത്രിയൊക്കെ എഴുന്നേൽക്കാൻ നേരത്ത് ഈ റൂമിൽ നിന്ന് ഈ റൂമിലോട്ട് പോകുന്നത് ഭയങ്കര പണിയായിരുന്നു. പക്ഷെ രാത്രി എഴുന്നേറ്റ് ഇത് തുറന്ന് പിന്നെ പുറത്തിറങ്ങി വന്ന് അത് തുറന്നിട്ട് പോകണമായിരുന്നു. ഇവിടെ ഒന്നും വാർത്തിട്ടില്ലായിരുന്ന സമയത്ത് ഇവിടെ ഫുൾ ഓപ്പൺ ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ആ സമയത്ത് മഴ പെയ്യുമ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ആണെങ്കിൽ വെള്ളം അകത്തോട്ട് കയറുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് മഴ ആസ്വദിക്കാം. കാരണം മഴ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, കറക്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, ഇതൊന്നുമില്ലല്ലോ. ആ സമയത്തും വെള്ളം അടിച്ചകത്ത് കയറും. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയൊരു ചാക്ക് അല്ലെങ്കിൽ ഷീറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വലിച്ചു കിട്ടും. അപ്പം താഴത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ വെള്ളം അടിച്ച് കയറുന്നത്. ഈ റൂം സ്റ്റിൽ എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല. ഇവിടെയാണ് ഇപ്പോൾ അമ്മച്ചി തയ്ക്കുന്നത്. ഒരാളും ഈ റൂമിൽ കിടക്കണില്ല. അപ്പനും അമ്മയും ഹോളിലാണ് കിടക്കുന്നത്. ഈ റൂമിൽ ആരും കിടക്കണില്ല. അതുകൊണ്ട് റൂം ഭയങ്കര മെസ്സിയാണ്. അമ്മച്ചി തയ്ക്കണതുകൊണ്ട് തന്നെ അമ്മച്ചി ഇപ്പോഴും തയ്ക്കുക. നാളെ ഒരു കല്യാണം ഉണ്ടെന്ന്, അപ്പം അതിൻ്റെ തയ്യലിലാണ് അമ്മച്ചി. ഇതായിരുന്നു ആ മുറി. ഞങ്ങൾ 10-12 വർഷം ജീവിച്ച ഒരു മുറി എന്ന് പറയുന്നത്. ഈ ഒരു കുഞ്ഞു മുറിയിലാണ് അവിടെ കട്ടിൽ, ഇവിടെ അലമാര, ഇവിടെ ഞങ്ങളുടെ തുണിയൊക്കെ വെക്കുന്ന ചെറിയൊരു ബോക്സ്, ഇവിടെ അമ്മച്ചിയുടെ തയ്യൽ മെഷീൻ, അവിടെ ഫുൾ അമ്മച്ചിയുടെ കുറേ തയ്ക്കണ തുണികൾ. പിന്നെ നിങ്ങൾ പഴയ വീടൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എല്ലാ വീടിനും ഒരു ഭിത്തി അലമാര ഉണ്ടാവും. അതേപോലത്തെ ഒരു അലമാരയാണിത്. എന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞു സ്പേസ് ഉണ്ടാവും. കട്ടിലൊക്കെ ഏതാണ്ട് ഇത്രയും വരും. ഇവിടെ അലമാര വരും. ഇവിടെ ഒരു കുഞ്ഞു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിലാണ് അപ്പനും അമ്മയും കിടന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ പുറത്ത് പോയി ഇത് എന്താ പറയുക, ഈ എൻട്രി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഓപ്പൺ ഉണ്ടായിരുന്നു. അത് നമ്മൾ വീട് വെക്കണ സമയത്ത്, അതായത് പുറത്തോട്ടൊക്കെ റൂം എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഓപ്പൺ അടച്ച് കളഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു എൻട്രി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ആ മുറി. ഇത് നമ്മൾ ഈ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മുറി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മുറി. ഒന്നും എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഈർപ്പം തട്ടിയിട്ട് ഭിത്തി ഫുൾ പോയിരിക്കുന്നതാണ്. AC 1 വർഷമായി ഞാൻ പിടിപ്പിച്ചിട്ട്. റൂം ഭയങ്കര ശോകമാണ്. നേരത്തെ എനിക്ക് ഫ്രണ്ട്സ് ആയാലും ഫാമിലീസ് ആയാലൊക്കെ എനിക്ക് വീട്ടിലേക്ക് വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സ് ഗസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം എനിക്ക് ആരെയും വിളിക്കാൻ പോലും താല്പര്യമില്ല. മെയിൻ കാര്യം ഇത് തന്നെയാണ്. ഈ റൂമിലോട്ട് ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മഴയൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുൾ വെള്ളം തട്ടിയിരിക്കും. നമുക്ക് വെള്ളത്തുള്ളിയൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കാൻ പറ്റും. അതുപോലത്തെ അവസ്ഥയാണ്. മെയിൻ കാര്യം നമ്മൾ വീട് പൊളിക്കുന്നതിൻ്റെ മെയിൻ കാര്യം ഇതൊക്കെ തന്നെയാണ്. ഇതിന് പെയിൻ്റ് അടിച്ചിട്ടും കാര്യമില്ല. എത്ര പെയിൻ്റ് അടിച്ചാലും ഇങ്ങനെ തന്നെ വരും. ഇവിടെ ഞങ്ങൾക്കൊരു ഭിത്തിയലമാരി ഉണ്ട്. ഇതും പണ്ടത്തെ വീടിൻ്റെ ആ ഒരു ഇതാണ്. ഇതും ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു കബോർഡാണ്. ഇനി തിരിച്ച് വരുമ്പോൾ എൻ്റെ റൂമിൽ നിന്ന് വരുമ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ, ഇതാണ് അടുക്കള തുറക്കും. എൻ്റെ അടുക്കളയുടെ ഷേപ്പ് ലൈക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ ഒരു തവണ അമ്മച്ചിയുടെ കസ്റ്റമർ ഒരാൾ തയ്ക്കാൻ വന്നപ്പോഴേക്കും ആ ചേച്ചി അടുക്കള കണ്ടപ്പോൾ പറഞ്ഞു, ഓ കുട്ടൻ ചേച്ചിയുടെ അടുക്കള എനിക്ക് ശരിക്കും ഇഷ്ടമായി, ഇതാരാ ഈ ഷേപ്പിൽ അടുക്കള പണിതെന്നൊക്കെ ചോദിച്ചു.
ആക്ച്വലി ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഷേപ്പല്ല, നമ്മുടെ സ്ഥലം പോകുന്നത് ഇങ്ങനെ കോണിച്ചാണ്. നമ്മുടെ ആ സ്ഥലത്തിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ പണിതതാണ്. അതുകൊണ്ടാണ് അടുക്കള ഈ ഒരു ഷേപ്പിലിരിക്കുന്നത്. അവിടെ കൊണ്ടൊരു കോൺ ഷേപ്പാണ്. ഇതാണ് നമ്മുടെ അടുക്കള വരുന്നത്. ഇവിടെ നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിനകത്ത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് നമ്മൾ പോയിട്ടുള്ള സ്ഥലത്തിൻ്റെ മാഗ്നറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഒട്ടിക്കൽ. വേറെ 2 കൂടി ഉണ്ടായിരുന്നു, അത് മാഗ്നറ്റ് പോയി. ഞാൻ മാഗ്നറ്റ് ഫിറ്റ് ചെയ്യണം. ഇത് കവറിൽ നിന്ന് മാറ്റാത്തത് മൊത്തം പൊടി പിടിച്ച് പോയി. ഇവിടെ നമ്മൾ ഇനി വരുമ്പോഴേക്കും നമ്മുടെ വർക്ക് ഏരിയയാണ്. ഇപ്പോൾ നമ്മൾ പൂച്ചനെ കിടത്തുന്നത് ഇവിടെയാണ്. വർക്ക് ഏരിയയൊക്കെ നമ്മൾ പുതിയതായിട്ട് എടുത്തതാണ്. ഫ്രണ്ടിലത്തെ മുറി കണ്ടല്ലേ. ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വന്നിട്ടുണ്ട്. ഇവിടെ 2 ജനൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പൂച്ചയുടെ ബെഡ്റൂമാണ്. പൂച്ചനെ രാത്രി കിടത്തുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ മറ്റേ ഔട്ട് സൈഡ് ഉണ്ടായ ബാത്റൂം. അടുക്കള കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടാണ് നമ്മുടെ ബാത്റൂം വന്നത്. പിന്നെ വർക്ക് ഏരിയ പണിത് വന്നപ്പോഴേക്കും ബാത്റൂം അകത്തായി. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ ഡോറ് വന്നത്. ഞാനിപ്പോൾ നിൽക്കണത് എൻ്റെ വീടിൻ്റെ കന്നിമൂല ഏരിയയാണ്. നമ്മുടെ വീട് ഞാൻ പറഞ്ഞില്ലേ പല ഘട്ടങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ പല ആൾക്കാർ കൈവച്ചിട്ടുണ്ട് ഇതിനകത്ത്. എന്താ പറയുക, ഇത് ഫ്രണ്ട് പണിതത് വേറെ ആൾക്കാരാണ്, ജനലും വാതിലും വെച്ചത് കുറേ വർഷം കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരാണ്. അങ്ങനെ ഗ്യാപ്പുണ്ട്. എല്ലാവർക്കും അറിയാം നമ്മുടെ വീടിൻ്റെ വാസ്തു ഒക്കെ നോക്കുകയാണെങ്കിലും വീടിൻ്റെ കന്നിമൂല എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കണം എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. നമ്മുടെ വീടിൻ്റെ കന്നിമൂലക്കാണ് നമ്മുടെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് വന്നത്. ഏതവനാണത് ചെയ്തതെന്ന് അറിയാൻ പാടില്ല. വെച്ചാൽ അത്രയും പോലും കോമൺ സെൻസ് ഇല്ലാത്ത ഒരാളാണോ ഈ വീടിന് പ്ലാൻ ഇട്ടെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ കന്നിമൂല എന്ന് പറയണത്. 2 സെപ്റ്റിക് ടാങ്ക് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടാങ്കാണ് നമ്മുടെ പ്രശ്നം. ഈ ഒരു സെപ്റ്റിക് ടാങ്ക് ഉള്ളത് കാരണം നമ്മുടെ വീടിന് കുറേ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെച്ചാൽ വീടിൻ്റെ കന്നിമൂല എപ്പോഴും നീറ്റായിട്ട് കിടക്കണമെന്നാണ്. ഒരാളും വീടിൻ്റെ കന്നിമൂലയെ കൊണ്ട് സെപ്റ്റിക് ടാങ്ക് വെക്കത്തില്ല. ഇന്ന് വരെ ഞങ്ങൾക്ക് ഇത് പൊളിച്ച് മാറ്റാനും പറ്റിയിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പില്ലറും കൂടി വന്നു. ഈ ഒരു പില്ലറും കൂടി വന്നപ്പോഴേക്കും അതിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. പക്ഷേ ഞങ്ങൾ ഈ ഒരു സെപ്റ്റിക് ടാങ്ക് പൊളിച്ച് മാറ്റാൻ വേണ്ടി അവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് ഇട്ടു, കുഴിച്ചു, അതിനകത്ത് കണക്ഷൻ കൊടുത്തു. എന്നിട്ട് പോലും ഇത് പൊളിച്ച് മാറ്റാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ എന്തോ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് തന്നെയാണ് വലിയൊരു കാര്യം. പിന്നെ ഇവിടെ ചെറിയൊരു അലക്കുകല്ലുണ്ട്. നമ്മൾ 2 കൂട്ടർക്ക് കൂടി ഒരു അലക്കുകല്ലാണ്. ഇത് അങ്കിളിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇതിരിക്കണതും നമുക്ക് പ്രശ്നങ്ങളാണ്. ഫുൾ അഴുക്കാണ് ഇവിടെ. ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. ആദ്യം നമുക്ക് ഈ സ്റ്റെയർ ഉണ്ടായിരുന്നില്ല. നമ്മുടെ അങ്കിളിൻ്റെ വീട്ടിൽ ഒരു സ്റ്റെയർ ഉണ്ടായിരുന്നു, അപ്പുറത്തെ സൈഡാണ്. നമ്മളിപ്പോൾ ആ സ്റ്റെയർ കയറി മുകളിൽ കയറിയിട്ട് ഈ ഒരു ഗ്യാപ്പാണ് നമ്മുടെ 2 വീട് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പുള്ള. അപ്പോൾ അവിടെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ മുകളിൽ കയറുമ്പോൾ കാണിക്കാം. നമ്മൾ അവരുടെ സ്റ്റെയറിൽ കയറി നമ്മുടെ വീട്ടിലേക്ക് ചാടും. അങ്ങനെ ഇരുന്ന് ഇത്രയും ഗ്യാപ്പുള്ള ഈ ഒരു കോമ്പൗണ്ടിലാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. മേലോട്ട് കയറാം. ഫുൾ ചവറാണ്, അറിയാമല്ലോ. ഇപ്പോൾ വേനൽക്കാലം ഇത് കാരണം ആരും ഇങ്ങോട്ട് കയറാറില്ല. ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടിരിക്കുക. ഇത് എന്താണ് മറ്റേ പ്ലാസ്റ്റർ ചെയ്യത്തില്ലേ, നമുക്ക് പറഞ്ഞില്ലേ വീട്ടിൽ ഭയങ്കരമായിട്ട് ഈർപ്പം തട്ടി നിൽക്കും. മഴ പെയ്താൽ വീട് ഫുൾ വെള്ളമാണ്, ഭിത്തി കൂടി വെള്ളം ഒലിച്ചിറങ്ങും. അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റർ പാരിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ സിമെൻറ്റ് ചെയ്തിട്ടിരിക്കണത് കേട്ടോ. ഞാൻ പറഞ്ഞ ഓപ്പൺ അവരുടെ സ്റ്റെയർ വരുന്നത് അവിടെയാണ്. ആ സ്റ്റെയറിൽ കൂടി കയറിയിട്ട് നമ്മൾ ഇവിടെ കൂടി കയറും. അത്രേ ഉള്ളൂ. കണ്ട ഈ ഗ്യാപ്പൊക്കെ കണ്ട, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഗ്യാപ്പ് എന്ന് പറയണത്. ഇതാണ് നമ്മുടെ ടെറസ്. നമ്മുടെ ഇവിടെ വീടെന്നൊക്കെ പറയണത് മുട്ടി നിൽക്കുന്ന വീടാണ്. അടുത്തടുത്ത് തന്നെ വീടുകളുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും ഓടി എത്താനൊക്കെ അടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പോൾ ഇത്രയും വർഷം വീടായത് കാരണം നമുക്ക് മേലോട്ട് എടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മേലോട്ട് എടുക്കാനുള്ള മെയിൻ പ്രശ്നം നമ്മുടെ അടിത്തറക്ക് കട്ടിയില്ല എന്നുള്ളതാണ്. അടിത്തറ താങ്ങത്തില്ല രണ്ടാമതൊരു നില കൂടി എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നടക്കത്തില്ല. ഇനി ഞാൻ ഒരു എൻജിനീയറോട് സംസാരിച്ചപ്പോഴേക്കും നമുക്ക് സൈഡിൽ പില്ലർ വാർത്തിട്ട് മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള സ്ഥലവും ഇല്ല. നമ്മുടെ കറക്റ്റ് 2.5 സെൻറ്റ് സ്ഥലത്താണ് നമ്മുടെ വീടിരിക്കുന്നത്. പിന്നെ ഉള്ളത് ആ വീട്ടിലെ ഫ്രണ്ടിലുള്ള ഒരു ഇത്തിരി സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് പില്ലർ വാർത്തെടുക്കാനുള്ള ആ ഒരു സ്പേസും ഇല്ല. അതുകൊണ്ട് ആ ഓപ്ഷൻ നടക്കത്തില്ല. പിന്നെ ഈ വീട്ടിലേക്ക് ഇനി എന്ത് ചെയ്താലും അതൊരു നഷ്ടം മാത്രമേ ഉള്ളൂ, ഒരു കാര്യമില്ല. കാരണം മഴ പെയ്താൽ ഫുൾ ഒലിച്ചിറങ്ങും. പക്ഷേ ഭിത്തിയലമാര ഞാൻ കാണിച്ചു തന്നില്ലേ, കൂടുതലും ഭിത്തിയലമാരയാണ്. അപ്പോൾ ഈർപ്പം തട്ടി ഞാൻ ഒരു ഡ്രസ്സ് ഇന്ന് അലക്കി വെച്ച ഡ്രസ്സ് നാളെ എടുക്കുമ്പോൾ
ആ ഡ്രസ്സ് നനഞ്ഞിരിക്കുകയായിരിക്കും, ഈർപ്പം തട്ടിയിട്ട് പിന്നെ ഒരു പൂപ്പലിൻ്റെ സ്മെല്ലൊക്കെ ആയിരിക്കും. ഇപ്പോഴും വീട് കംപ്ലീറ്റ് അല്ല, ആ ഫ്രണ്ടിലത്തെ പില്ലറൊന്നും നമ്മൾ തേച്ചിട്ട് പോലും ഇല്ല. അപ്പം ഇങ്ങനെ കുറേ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്കൊരു വീട് വെക്കാമെന്ന ഒരു ചിന്ത വന്നത്. ദാറ്റ് മീൻസ് നമ്മൾ നാളെ തന്നെ വീട് വെക്കാൻ പോകണമെന്നല്ല, നമുക്കൊരു ഡ്രീം ഹോം ഉണ്ട്. എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണല്ലോ വീടെന്ന് പറയണത്. സോ നമുക്ക് പൈസ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 to 4 ഇയേഴ്സിനുള്ളിൽ നല്ലൊരു വീട് വെക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇൻഷാ അള്ളാ അങ്ങനെ നടക്കട്ടെ. വന്ന് നോക്കിയിട്ടുള്ള വാസ്തുവിൻ്റെ ആൾക്കാരും സ്ഥലത്തിൻ്റെ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളത്, ആ കഞ്ഞിമൂലയിൽ ആ സെപ്റ്റിക് ടാങ്ക് ഇരിക്കുന്നത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യണത് അമ്മച്ചീനെയാണ്. അത് ഏറെക്കുറെ ശരിയാണ്. അമ്മച്ചിക്ക് എൻ്റെ ഓർമ്മ വെച്ച് നാളെ തൊട്ട് അമ്മച്ചിക്ക് അസുഖങ്ങളാണ്. ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ റോഡാണ്. അപ്പോൾ റോട്ടിൽ നോക്കുമ്പോൾ നേരെ നമുക്ക് ആ സെപ്റ്റിക് ടാങ്ക് കാണാൻ പറ്റും, വീടിൻ്റെ ബാക്കിലുള്ളത്. ഒരു ദിവസം ഒരാൾ ഇതൊരു വഴിപോക്കൻ വെറുതെ നടന്നു പോകുമായിരുന്നു. പെട്ടെന്ന് അയാൾ ആ സെപ്റ്റിക് ടാങ്ക് കണ്ട് അയാളോട് നിന്നിട്ട് അന്ന് ഞാൻ ഇല്ല, അമ്മച്ചി ഉണ്ടായിരുന്നത്. അകത്തുനിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് അയാൾ ആദ്യം ചോദിച്ചത് ചോദ്യം ഇതാണ്, ആരാണ് ആ സെപ്റ്റിക് ടാങ്ക് കൊണ്ടേ കഞ്ഞിമൂലയെ വെച്ചെന്നുള്ളതാണ്. അയാൾ ഏതോ ഒരു മനുഷ്യൻ, നമുക്കറിയത്തില്ല. അപ്പോൾ അമ്മച്ചിയും സിയെ ഇങ്ങനെ പരസ്പരം നോക്കി. എന്തെന്ന് വെച്ചപ്പോഴേക്കും ആരെങ്കിലും വീടിൻ്റെ കഞ്ഞിമൂലയെ കൊണ്ട് സെപ്റ്റിക് ടാങ്ക് വെക്കുക, ആ സെപ്റ്റിക് ടാങ്ക് അവിടെ ഇരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലാത്തത്. സത്യങ്ങളാണ് പറയണത്. അയാൾ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അത് ആ സെപ്റ്റിക് ടാങ്ക് അവിടെ ഇരിക്കണമുണ്ട്. മെയിൻ കാര്യം അയാൾ പറഞ്ഞത് അത് അവിടെ നിന്ന് മാറ്റണം, എന്നിട്ട് അവിടെ എപ്പോഴും ക്ലീൻ ചെയ്ത് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ അന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് സിയ കന്യാസ്ത്രീ ആകേണ്ടതായിരുന്നു എന്ന്. അപ്പോൾ സിയ ചിരിച്ചേ, അതുകൊണ്ട് പറയാം, മോള് കന്യാസ്ത്രീ ആകേണ്ടതായിരുന്നു, പക്ഷേ എന്തോ ചെറിയൊരു വ്യത്യാസത്തിൽ മാറിപ്പോയതാണെന്നൊക്കെ. അപ്പോൾ എല്ലാവരും ചിരിച്ചപ്പോഴേക്കും അപ്പുറത്ത് ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി പറഞ്ഞു നേരെ അവൾക്ക് കന്യാസ്ത്രീ ആളെല്ലാ ക്വാളിറ്റി ഉണ്ടായിരുന്നെന്നൊക്കെ. സോ ഇതാണ് എൻ്റെ ഹോം ടൂറ്, ഇതാണ് എൻ്റെ ചെറിയൊരു വീട്. ഈ വീട് നമുക്ക് ഒരുപാട് മെമ്മറിയാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിലിരുന്ന് പഠിച്ചതും മെഴുകുതിരി വെട്ടത്തിലിരുന്ന് പഠിച്ചതും എന്നുവെച്ചാൽ നമ്മുടെ ചുറ്റിനും ഉള്ള വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി ഉണ്ട്, കറണ്ട് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു പോസ്റ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു. പിന്നീട് നമ്മൾ കടം മേടിച്ച് ഒരു പോസ്റ്റ് നമ്മളിവിടെ ഇട്ടാണ്, നമ്മളിവിടെ ഉണ്ട്, ആ പോസ്റ്റ് ഉണ്ട് ഇവിടെ. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് നമുക്ക് വീട്ടിൽ കറണ്ട് കിട്ടിയത്. ബാക്കിയെല്ലാം പണിത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് സ്വിച്ച് ബോർഡൊക്കെ പണിത് വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് കറണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നല്ല ചൂടുള്ള സമയത്തൊക്കെ പാള വെച്ച് വീശി തന്നാണ് അപ്പൻ ഞങ്ങൾ ഉറക്കിയത്. വെച്ചാൽ ഞാൻ സിയം കട്ടിലേ കിടക്കും, അപ്പോൾ അപ്പൻ ഞങ്ങൾ ഉറങ്ങണ വരെ പാള കൊണ്ട് വീശി തരുമായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും സ്വർഗം തന്നെയാണ്. വെച്ചാൽ അങ്ങനെ ഒരു ജീവിതത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു വന്നിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് പ്രൗഡ് ഫീൽ ചെയ്യും. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ ദിസ് ഹോം ടൂർ. നമ്മൾ നാളെ ഒരു വീട് വെക്കണ സമയത്ത് നമുക്ക് ഇതേപോലൊരു നമ്മുടെ പഴയ വീടിൻ്റെ ഒരു ഹോം ടൂർ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അറിയില്ലല്ലോ, നമുക്ക് നാളത്തെ നമ്മുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഹോം ടൂർ അങ്ങനെ എടുക്കാമെന്ന്. അങ്ങനെയാണ് ഞാനൊരു ഹോം ടൂർ എടുത്തത്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.